നമസ്കാരം. അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അർജുന് വേണ്ടി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആദ്യം തെരച്ചിൽ ആരംഭിച്ച ആ വിഷ്വലുകളാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. മനാഫ്ക, വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ രാവിലെ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. ഏത് തരത്തിലുള്ള തെരച്ചിലാണെന്നുള്ളത് അറിയില്ല. നേവിയാണ് അതേ സ്ഥലത്താണ് തെരച്ചിൽ. വിഷ്വൽ നോക്കുമ്പോ അതേ സ്ഥലത്താണ് വിഷ്വൽ ഉള്ളത്. അതെ, തെരച്ചിൽ തുടർന്ന് നിൽക്കണേ. എന്താണെന്നുള്ളത് കൂടുതൽ അറിയില്ല. നാളെ അവിടെ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മള് ഇപ്പോ സർക്കാരിനോട് പറഞ്ഞത് നമ്മളെടുത്ത് ഡ്രഡ്ജർ അടക്കമുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് റെഡിയാണ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അതെ. അപ്പോ ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാവോ ശരിക്കും ഇത്തരം തെരച്ചിലുകൾ വരുന്നത് എന്റെ ചോദ്യം. നാളെ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് MLA കാണുന്നുണ്ട്. MLA കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഡ്രഡ്ജറിനെ പറ്റിയിട്ട് MLA ധരിപ്പിക്കും. ഇപ്പൊ മഞ്ചേശ്വരം MLA കാര്യങ്ങൾ AK മഷറഫ് വലിയ രീതിയിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും രീതിയിലേക്ക് അദ്ദേഹത്തിന് ശരിക്കും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. മഞ്ചേശ്വരം MLA ആണ്, പക്ഷെ എങ്കിലും അദ്ദേഹം അത്തരം രീതിയിലേക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ? തങ്ങള് പറഞ്ഞയച്ചതാണ്, തങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ്. പാണക്കാട്ട് തങ്ങള് ആ ജോലി അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ഒരു സംഭവം അർജുനെ തിരിച്ചു കിട്ടുവോളം നിങ്ങൾക്ക് വിശ്രമമില്ലാതെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ട്. അത് അതേമാതിരി തന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് അവിടെ വന്ന് നിന്ന് തിരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ശരിക്കും നടക്കുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുക അല്ല അറിയിക്കാതെയാണ് തെരച്ചിൽ നടത്തുന്നത്, അല്ലെ? അല്ല, മിലിറ്ററിന്റെ രീതി അങ്ങനെയാണ്. നേവിന്റെ അവര് തെരച്ചിലിന് വരുമ്പോഴും പറയില്ല, പോകുമ്പോഴും പറയില്ല. അത് മനാഫ്ക്ക് ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? തെരച്ചിൽ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരച്ചിൽ എത്രയും പെട്ടെന്ന് നടത്തണം, അർജുനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം, അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നടന്നുകൊണ്ട്. ഇന്നലെ കൂടിയ യോഗത്തില് എല്ലാ ലോറി അസോസിയേഷനൊക്കെ ഒറ്റക്കെട്ടായി ഞങ്ങൾ അർജുനെ വേണം എന്നുള്ള രീതിയിലേക്ക് പോയിണ്ടായിരുന്നു. അപ്പോ അത് വല്ലാത്ത രീതിയിലേക്ക് അവരൊക്കെ ഒരുമിക്കുന്ന ഒരു രീതി ശരിക്കും ഉണ്ടായില്ലേ? ഇത്ര കാലമായിട്ടും ശരിക്കും അത്തരം രീതിയിലേക്ക് ഒരു ഒരുമിക്കൽ ഉണ്ടായിട്ടില്ല. അല്ല, ഇതൊരു സാധാരണ ഒരു തൊഴിലാളിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇത് പൊതുസമൂഹത്തിന്റെയും കൂടി ഒരു പ്രശ്നമാണ്. പൊതുസമൂഹം നേരിടുന്ന ഈ പ്രശ്നം കുറച്ച് ഗൗരവമുള്ളത് എല്ലാ യൂണിയൻകാർക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അവർ ഒന്നിച്ചിട്ട് എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും മനാഫ്ക ഈ ഇത്രത്തോളം സമയമായിട്ട് മനാഫ്ക ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. അതുപോലെ തന്നെ മനാഫ്കനെ കുറെ ആളുകൾ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ മറുപടിയൊക്കെ വരും. അതിനപ്പുറത്തേക്ക് അർജുനെ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ്, അല്ലേ? സമയമായില്ല. ഇപ്പൊ അർജുന്റെ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള വിഷയത്തിലേക്ക് എന്തായാലും ഇനി മുന്നോട്ട് പോകും. അർജുന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. നാളെ പോകും. അതിന്റെ കൂടെ ഈ ലോറി അസോസിയേഷന്റെ ആളുകളൊക്കെ കൂടെ മുഖ്യമന്ത്രിയെ കാണാനുള്ള സാഹചര്യം ഇല്ല. ഇതിപ്പം കർണാടക CM-നാണ് കാണാൻ പോകുന്നത് നാളെ. അതേമാതിരി തന്നെ DK ശിവകുമാർ അവരെ കാണാൻ വേണ്ടിയിട്ട് ആണ് പോകുന്നത്. പിന്നെ ലോറി ഓണേഴ്സ് അസോസിയേഷനും മറ്റുള്ള ഭാരവാഹികളും പോകുന്നത്
കേരള മുഖ്യമന്ത്രിനെ കാണാൻ. രണ്ടുപേരും കൂടെ ശരിക്കും ഞാൻ പറയുന്നത് രണ്ടുപേരും ഇപ്പൊ രണ്ട് സർക്കാരുകളും ഒന്ന് യോജിച്ച് പ്രവർത്തിച്ചാൽ ശരിക്കും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ അല്ലേ? ഇത് അത്ര വലിയൊരു പ്രശ്നമല്ല. ഞാൻ നിരന്തരം പറയുന്ന ഒരു പ്രശ്നമാണ്. വലിയൊരു സ്ഥലത്താണ് ഇത് ലോറി കാണാതായതെങ്കിൽ കോട്ടയത്ത് വിചാരിക്കാം. ഇതൊരു ചെറിയ സ്ഥലത്ത് ആണ് ലോറി പോയത്. ആ ലോറി പോയത് കണ്ടുപിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നിരന്തരം നമ്മളെ ഈ വിഷയത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ടേ നിൽക്കും. കഴിയണ എല്ലാ മാർഗങ്ങളും ഇതിനു വേണ്ടി സ്വീകരിക്കും. അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് അവസാനത്തെ ഇത്. അതിനു വേണ്ടിയിട്ട് അവസാനം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൊരു മാറ്റമില്ല. എന്തായാലും മനാഫ് ഖാനെ പോലുള്ള ഒരു പല കമന്റുകളും നമ്മൾ വായിക്കുന്നുണ്ട്. മനാഫ് ഖാനെ പോലുള്ള ഒരു മുതലാളി, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറയുന്നത്, നമ്മളുടെ സ്റ്റാഫ് മിസ്സായി കഴിഞ്ഞാൽ അവരെ തേടി പിടിക്കുക എന്നുള്ള കണ്ടീഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, അല്ലെ? അതെ, അതിന് വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് ഇടാനും തയ്യാറാണ്. ഞാൻ വീണ്ടും പറയാണ്, ഇന്റത് കപ്പലല്ല, ഒരു ലോറിയാ. കപ്പലാണെങ്കിൽ കടലിലാ പോയത്, എവിടെ തപ്പും എന്നുള്ള ഒരു നിശ്ചയം ഉണ്ടാവില്ല. ഇതൊരു ചെറിയ സ്ഥലത്ത് ഒരു ലോറി പോയിട്ട്, ഇത്രയും വലിയൊരു ലോറി പോയിട്ട് ആ ലോറിന്റെ ഉള്ളിലുള്ള ഡ്രൈവറെ കണ്ടുപിടിക്കാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. അത് സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ആ സ്ഥലത്ത് നിന്ന് അവർ തപ്പിയെടുത്ത് തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് കഴിയില്ലെങ്കിൽ അവർ മാറി നിൽക്കുക, നമ്മൾ ചെയ്തോളൂ ആ പണി. അത്രയും ലെവലിലേക്ക് നിങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ കേരളത്തിലെ കെട്ടുറപ്പ് അറിയാലോ, ഒരു വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ ഒരുപാട് ആളുകൾ, കേരളത്തിലെ നല്ല സന്മനസ്സായുള്ള ആളുകൾ ഒരു പ്രതിഫലവും വാങ്ങാതെ, അല്ലെ? ഇപ്പൊ നമുക്ക് തന്നെ ഈ ഡെഡ്സ് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു, അല്ലെ? 1 കോടി നിങ്ങൾ മുടക്കരുത്, ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ വലിയ സാഹചര്യമാണ്. ഇന്ന് രാവിലെ പോലും ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞ് അത് കൊണ്ടുപോകാനുള്ള വാഹനം അവിടെ എത്തിക്കാനുള്ള മൊത്തം പരിപാടി എക്സ്പെൻസ് ഒക്കെ എടുക്കാൻ മറ്റുള്ളവർ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അതായത് ഈ കേരളത്തിന്റെ ഒരു, നമ്മളിപ്പോ ഈ ഇതില് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, കേരളത്തിന്റെ ഒരു എന്താ പറഞ്ഞാൽ ഒത്തൊരുമക്ക് ഇവിടെ ഒരു ചെറിയൊരു പോറലേറ്റിക്കണം. അത് കൂട്ടി യോജിപ്പിക്കാനുള്ള ശ്രമം കൂടി എന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ആസ് എ മലയാളി ഞാൻ അതിനും വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കും. കാരണം ഈ കേരളം ഇങ്ങനെ ഒറ്റക്കെട്ടായി നിന്നാലേ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ഒരാളല്ലേ? അതെ, ഞാൻ അറിയപ്പെടുന്ന ഒരു ഫാദറിന്റെ മോനാണെങ്കിലും ഫാദർ മരണപ്പെടുമ്പോ ഒന്നുമില്ലേ, അപ്പം കയ്യിൽ പണമായിട്ടൊന്നുമില്ലേ. പിന്നെ അനിയനെയും കൂട്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ പൊസിഷനിലേക്ക്, കുറച്ചെങ്കിലും വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്നാലും മോശമില്ലാത്ത ഒരു രൂപത്തിലേക്ക് വന്ന്. അതിന്റെ പിന്നിൽ ഈ ജോലിക്കാരെ ഹാർഡ് വർക്ക് അത് പറയണം. അവരാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എന്താ നമ്മളൊരു ശൈലി എന്ന് പറഞ്ഞ സ്ഥാപനം മുതലാളി ആരെയും ചോദിച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വന്നാൽ മനസ്സിലാവില്ല. എന്നെ പരിചയമില്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ ക്യാമറ മുതലൊക്കെ വരുന്നതിനോട് കിട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ പണിക്കാരെ ഡ്രസ്സ് ഇട്ട് പണിക്കാരെ കൂടെ ജോലി ചെയ്ത് പോണ ആളാ. അതിന്റെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. അത് ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മനസാക്ഷി എന്നോട് ഒരിക്കലും പൊറുക്കൂല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട്. ഒരു ഇന്റേതായ കുറെ പരിമിതികളുണ്ട്. ആ പരിമിതി വെച്ചിട്ട് പോലും ആ പരിമിതികൾ നികത്തിയാണ് ഇന്നലത്തോടൊക്കെ നികത്തി ശരിക്കും, അല്ലെ? എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ശരിക്കും എന്റെ അർജുനെ തിരിച്ചു വേണം എന്നുള്ള കണ്ടീഷനിലേക്ക് പോയത്. അപ്പോ സ്വാഭാവികമായിട്ട് പറയാണ്, ഒരാള് മിസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ള രീതിയിലേക്ക് അതൊരു ഒറ്റക്കെട്ടായി ശരിക്കും വരണം എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ സംസ്ഥാനത്ത് പോയാലും മറ്റുള്ള സംസ്ഥാനം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ആർക്ക് എന്ത് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംസ്ഥാനത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റുള്ള എല്ലാവരും കൂടി അവിടെ എത്തി അതിനുള്ള സഹായം ചെയ്ത്, ആർക്ക് എന്ത് ബുദ്ധിമുട്ട് എപ്പം വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഇപ്പൊ ഞമ്മക്ക് വന്ന് നാളെ വേറെ ആർക്കും വരുമ്പോ എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല. ഒന്നും കൊണ്ടുപോകുന്നില്ല, ആരും ഒന്നും കൊണ്ടുപോകില്ല. അപ്പൊ എന്തായാലും തീർച്ചയായും ധൈര്യത്തില് എനിക്ക് എന്റെ വീട് പോയാലും കുഴപ്പമില്ല, ഒന്നും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ സ്റ്റാഫിനെ, എന്റെ സഹോദരനെ തിരിച്ചു വേണം എന്നുള്ള കണ്ടീഷനിലേക്ക് മനാഫ് ഖാൻ എപ്പോഴും പറയാറുള്ള വാക്കാണ്. അപ്പോ എന്തായാലും വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. അർജുന് വേണ്ടി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വലിയ സന്തോഷം തന്നെയാണ്. അതില് കേരള ടീമും മറ്റുള്ള മനാഫ് ഖാൻ അടക്കം ഇനി ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ പിക്ചറുകൾ മാറും, അല്ലെ? ഇപ്പൊ ഇന്നിപ്പോ നമ്മളെ മൊത്തം ടീമുണ്ട്. പഴയമാതിരി ഒറ്റക്ക് പോവാന് വിടുന്നില്ല, എല്ലാരും വരണം എന്നുള്ള അഭിപ്രായമാണ്. അതെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഞാൻ ഈ സംസാരിക്കുന്നത് ഇതേമാതിരി തന്നെ കന്നഡ ചാനലുകളിലെ പരമാവധി സംസാരിക്കുന്നുണ്ട്. ആ. അത്യാവശ്യം മോശമില്ലാത്ത ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം അവിടെ. ആ. അപ്പൊ ഒറ്റക്ക് പോകുന്നതിനെക്കാട്ടും നല്ല നമ്മൾ കൂട്ടായി പോകുമ്പോ ഉള്ളത് ഒപ്പരമാകാൻ. എന്തായാലും കർണാടക സർക്കാർ ശരിക്കും നമ്മളിൽ കീഴടങ്ങുന്ന ഒരു രൂപത്തിലേക്ക് പോകുന്ന പിക്ചറാണ് ഇപ്പൊ കാണുന്നത്. ശരിക്കും. ഓരിപ്പോ ഇങ്ങനെ വിചാരിക്കുന്നത് ഇത് എന്താ അത് വിടുന്നില്ലാലോ എന്ന്. വിടാൻ പറ്റൂലോ. കാരണം എന്താ പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് നമ്മള് സാധനം വാങ്ങുമ്പോ 1.5 ലക്ഷം റുപ്യ ഏറ്റവും ചുരുങ്ങിയത് ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ. എത്ര കൊല്ലായിട്ട് അടയ്ക്കുന്നുണ്ട്. അപ്പൊ ചില്ലറൊക്കെ ഒരു മെനക്കേട് തന്നെ വേണ്ടി വരും. അതെ. അതും മാത്രല്ല ഈ ഒരു എന്താ പറയാ നിസ്സംഗത ഉണ്ടല്ലോ, ഈ മനോഭാവം മാറേണ്ടതുണ്ട്. കർണാടക ആയിക്കോട്ടെ അതർ സ്റ്റേറ്റിലുള്ള ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ ജീവന് ഒരു വില കൽപ്പിക്കേണ്ടത്. അവിടെ മൊത്തം ജാതി മതം ഇതിലൊക്കെ അങ്ങോട്ട് കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് സിസ്റ്റം. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുന്നിൽ നിക്കൽ തന്നെ ശരിക്കും താണ് വണങ്ങി നിക്കണം. നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അഷ്റഫ് MLA ഒക്കെ തോളിൽ കൈയിട്ടിട്ടാണ് നിക്കല്. അതായത് ആ സൗഹൃദം നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്. നമ്മളിവിടെ എല്ലാ ഇപ്പൊ ഏത് മന്ത്രിമാരായിക്കോട്ടെ ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാ. പക്ഷെ ആ ഒരു സിസ്റ്റം അല്ല കർണാടകയിലൊക്കെ. തീർച്ചയായും ഈ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അപ്പോ അർജുനെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നന്ദി, നമസ്കാരം.